സർവശിക്ഷ കേരളം പദ്ധതിക്കായി കേരളത്തിന് അർഹതപ്പെട്ട പണം ഉടൻ നൽകുമെന്ന് കേന്ദ്രം. സുപ്രീം കോടതിയാണ് ഇക്കാര്യം അറിയിച്ചത്. കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരുമായി ഇക്കാര്യം ചർച്ച ചെയ്തെന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ വ്യക്തമാക്കിയിരിക്കുന്നു. ബി ബാലഗോപാൽ വിവരങ്ങളുമായിട്ടുണ്ട്. ബാലു, വലിയ ആശ്വാസം നൽകുന്ന വാർത്തയാണ്. ഈ പണം കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ ദിവസവും പ്രതികരിച്ചത്. ഇപ്പോൾ എന്താണ് കേന്ദ്രം കോടതി അറിയിച്ചിരിക്കുന്ന വിവരങ്ങളുടെ ഒരു പൂർണ്ണരൂപം? അക്ഷയ, വളരെ നിർണായകമായ ഒരു കാര്യമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. കേരളത്തിലെ റിസോഴ്സസ് ടീച്ചേഴ്സ് നിയമനവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുന്നതിൻ്റെ ഇടയിലാണ് കേരളം തങ്ങൾക്ക് അർഹമായ പണം പോലും ലഭിക്കുന്നില്ല എന്ന കാര്യം സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്. തുടർന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറലിന് കോടതി ഇക്കാര്യത്തിൽ ഒരു നിലപാട് അറിയിക്കുവാൻ വേണ്ടി കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചിരുന്നപ്പോൾ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭട്ടിയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ ഹാജരായി കേരളത്തിന് അർഹമായ പണം നൽകുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. സമഗ്ര ശിക്ഷ കേരളം പദ്ധതിയുടെ പ്രകാരം കേരളത്തിന് ഏതാണ്ട് 300-ലധികം കോടി രൂപയാണ് കേന്ദ്രം നൽകേണ്ടതായുള്ളത്. ഇത് PM-ശ്രീ പദ്ധതിയിൽ ഒപ്പിടാത്തതിനാൽ ഈ പണം തടഞ്ഞു വയ്ക്കുന്നുവെന്ന ആക്ഷേപമായിരുന്നു നേരത്തെ ഉയർന്നിരുന്നത്. ഈ PM-ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കേരളത്തിന് അർഹതപ്പെട്ട ഇതിന്റെ ഒന്നാം ഗഡുവായി നൽകേണ്ട 300-ലധികം കോടി രൂപ ഇതുവരെ നൽകുന്നില്ല എന്ന ആരോപണങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് ഇന്ന് ഐശ്വര്യ ഭട്ടി സുപ്രീം കോടതിയിൽ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഐശ്വര്യ ഭട്ടി കോടതിയിൽ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട, അതായത് ഈ കേരളത്തിന് ഫണ്ട് ലഭിക്കേണ്ടതുമായി ബന്ധപ്പെട്ട കാര്യം താൻ കേന്ദ്ര സർക്കാരിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിന് വൈകാതെ തന്നെ ഈ പണം നൽകുമെന്ന കാര്യം അവർ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഇതിനിടെ കേരളം ഇന്ന് കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷമായ ചില പരാമർശങ്ങൾ സുപ്രീം കോടതിയിൽ നടത്തിയിരുന്നു. വയനാട് പുനരധിവാസത്തിന് ഏതാണ്ട് 1200ഓളം കോടി രൂപയാണ് കേരളത്തിന് ആവശ്യമായി ഉണ്ടായിരുന്നത്. ആ പണം പോലും നൽകുന്നില്ല. മുമ്പ് ഈ പ്രളയമുണ്ടായപ്പോൾ നൽകിയിരുന്ന അരി ഉൾപ്പെടെയുള്ള ഭക്ഷ്യസാധനങ്ങൾക്ക് കേന്ദ്രം നൽകിയിരുന്നു. ആ പണവും പിന്നീട് തങ്ങൾ നൽകേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതൊക്കെ കാരണമാണ് ഈ കേരളത്തിലെ റിസോഴ്സസ് ടീച്ചേഴ്സ് നിയമനം വൈകുന്നതെന്നാണ് കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്. കാരണം സംസ്ഥാനത്തിന്റെ കയ്യിൽ പണമില്ല, സാമ്പത്തിക പ്രതിസന്ധി, അതായത് ഈ അധ്യാപകരെ മറ്റും വയ്ക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അതിന് പണം നൽകേണ്ടതായി വരും. കേന്ദ്രം നൽകേണ്ട തുകയാണ്, അത് നൽകുന്നില്ല എന്ന കാര്യമൊക്കെ വ്യക്തമാക്കിയപ്പോഴാണ് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് ജസ്റ്റിസ് ദിബാങ്കർ ദത്തയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ആരാഞ്ഞിരുന്നത്. തുടർന്നാണ് ഇന്ന് ഈ കേന്ദ്ര സർക്കാരിന് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭട്ടി കോടതിയിലെത്തുകയും ഈ അർഹതപ്പെട്ട പണം വളരെ വൈകാതെ തന്നെ നൽകുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ PM-ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു പ്രസ്താവന അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഉറപ്പ് കേന്ദ്രം സുപ്രീം കോടതിക്ക് നൽകിയിരിക്കുന്നത് എന്ന കാര്യം ബന്ധപ്പെട്ടുകൊണ്ട് എന്തുകൊണ്ട് പദ്ധതിയിൽ ഒപ്പിട്ടു എന്നുള്ള ചോദ്യത്തിന് തന്നെ ഫണ്ട് എന്നുള്ളത് മാത്രമായിരുന്നു മറുപടി. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ നിന്ന് പിന്മാറാനുള്ള കേരളത്തിന്റെ നീക്കം നടക്കുന്നുണ്ട്. അവിടെയും ആശങ്കയായി ഉണ്ടായിരുന്നത് ഈ കിട്ടുന്ന ഫണ്ട് കിട്ടാതാകുമോ, കുട്ടികൾക്ക് അവരുടെ ആവശ്യങ്ങൾ, നമ്മുടെ സ്കൂളുകളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വരെ ഫണ്ട് കിട്ടാണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സുപ്രീം കോടതിയുടെ ഇടപെടൽ അത് ആശ്വാസകരമാണ്, ആശാവഹമാണ് അല്ലെ ഇനിയുള്ള കാര്യങ്ങളിലും? പക്ഷേ ഇതിൽ ഒരു കാര്യം വ്യക്തമാക്കേണ്ടതുണ്ട്. കാരണം ഇത് PM-ശ്രീയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനല്ല ഇത്തരത്തിലൊരു നിലപാട് കേന്ദ്രം സുപ്രീം കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. കേന്ദ്രം ഈ കേരളത്തിലെ റിസോഴ്സസ് ടീച്ചർ നിയമനവുമായി ബന്ധപ്പെട്ട കേസിലായിരുന്നു ഈ ഫണ്ടുകളുടെ അപര്യാപ്തത, അതായത് SSK പ്രകാരം തങ്ങൾക്ക് ലഭിക്കാനുള്ള ഫണ്ട് ലഭിക്കുന്നില്ല, അതുകൊണ്ടാണ് ഈ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട നടപടികൾ വൈകുന്നതെന്നായിരുന്നു കേരളം സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ PV ദിനേശ് വയനാട് പുനർനിർമ്മാണത്തിനുള്ള പണം ലഭിക്കുന്നില്ല, അതുപോലെ തന്നെ ഈ കേരളത്തിലെ ഈ പ്രളയ സഹായത്തിനുള്ള പണം കേന്ദ്രം നൽകിയിരുന്നു, പക്ഷെ അത് തിരിച്ചു പിടിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നത്. ഇതിന് ഈ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയപ്പോഴായിരുന്നു ഈ ഐശ്വര്യ ഭട്ടി കേരളത്തിന് അർഹതപ്പെട്ട പണം നൽകും, താൻ ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്തിരുന്നു, വൈകാതെ തന്നെ ആ പണം നൽകുമെന്ന് കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ കോടതി തുടർന്ന് പറഞ്ഞത്, ജസ്റ്റിസ് ദിബാങ്കർ ദത്തയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് സംസ്ഥാന സർക്കാരിനോട് പറഞ്ഞത്, നിങ്ങൾ ഈ റിസോഴ്സസ് അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട നടപടികൾ തുടങ്ങൂ, നിങ്ങൾക്ക് പണം ലഭിക്കുമെന്നാണ് എന്ന ഒരു വാക്കാലുള്ള ഒരു പരാമർശവും കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. ഈ SSKയുടെ പണം വൈകുന്നതിനിടയിലാണ് ഈ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അതിനിർണായകമായ ഈ ഉറപ്പ് സുപ്രീം കോടതിക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഉറപ്പെന്ന് പറയാൻ വേണ്ടി കൃത്യമായി പറയില്ല, പക്ഷേ കേന്ദ്രത്തിന്റെ തീരുമാനം അതാണ് എന്ന്, അതായത് പണം നൽകുമെന്ന കാര്യമാണ് എന്നതാണ് ഇപ്പോൾ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഒരു വ്യക്തത വരുത്തുന്നുണ്ടോ കേന്ദ്രം?
അക്ഷയ, ഇതിൽ ഈ ഐശ്വര്യപട്ടി കോടതിയിൽ പറഞ്ഞത് വളരെ വൈകാതെ തന്നെ നൽകുമെന്നതാണ്. കാരണം ഉദ്യോഗസ്ഥരുമായി താൻ ഇക്കാര്യം സംസാരിച്ചിരുന്നു. ഉദ്യോഗസ്ഥർ വളരെ വൈകാതെ തന്നെ, കേന്ദ്ര സർക്കാരിലെ ഉദ്യോഗസ്ഥർ വളരെ വൈകാതെ തന്നെ ഈ പണം കൈമാറ്റം ചെയ്യുമെന്ന കാര്യമാണ് കോടതിയിൽ എന്ന കാര്യമാണ് തന്നെ അറിയിച്ചിരിക്കുന്നത്. അതാണ് താൻ ഇപ്പോൾ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതെന്നാണ് ഐശ്വര്യപട്ടി കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 318 കോടി രൂപയാണ് ഈ ഒന്നാം ഗഡുവായി കേരളത്തിന് SSKയുമായി ബന്ധപ്പെട്ട് ലഭിക്കേണ്ടിയിരുന്നത്. ആ പണമാണ്. കാരണം PMCയിൽ ഒപ്പിട്ടതിന് തൊട്ടു പിന്നാലെ ആ പണം ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷ സംസ്ഥാന സർക്കാരിനുണ്ടായിരുന്നു. എന്നാൽ ആ പണം കേരളത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. അതിൻ്റെ നടപടികൾ വൈകിയാണ്. അതിന് ചില ഈ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ പറഞ്ഞിരുന്നത് ഈ PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ആ പണം വൈകുന്നതെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇതിനിടയിലാണ് ഇന്ന് ഐശ്വര്യപട്ടി സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് ദിബാങ്കർ ദത്തയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ചിന് മുമ്പാകെ കേരളത്തിന് വളരെ വൈകാതെ തന്നെ ഈ പണം നൽകും, അത് ഉടൻ തന്നെ ലഭ്യമാക്കുമെന്ന കാര്യം ഉറപ്പ് നൽകിയിരിക്കുന്നത്. ശരി, ബി ബാലഗോപാലാണ് സുപ്രീം കോടതിയിൽ നിന്നുള്ള അതിനിർണായകമായിട്ടുള്ള വിവരങ്ങൾ പങ്കുവെക്കുന്നത്. കേരളത്തിന് നൽകേണ്ടുന്ന പണം, ആ പണം ഉടൻ തന്നെ സർവശിക്ഷ കേരളം പദ്ധതിക്കായിട്ട് കേരളത്തിന് അർഹതപ്പെട്ട പിടിച്ചുവച്ചിരിക്കുന്ന പണം ഉടൻ നൽകുമെന്ന് കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നു. കേന്ദ്രത്തിന്റെ ഇത്തരത്തിൽ പണം പിടിച്ചുവെക്കുന്ന, കേരളത്തിന് അർഹമായിട്ടുള്ള, കേരളത്തിന് അവകാശപ്പെട്ട പണം നൽകാത്തതിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഇന്ന് കോടതിയിൽ കേരളം ഉന്നയിച്ചത്. പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു മറുപടി, ഇക്കാര്യം എന്താണ് കേന്ദ്രത്തിന്റെ തീരുമാനം എന്നുള്ളത് സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ബി ബാലഗോപാൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ നൽകി.